ഖാലിദ്ഖാൻ്റെ അടുത്തും അലിഖാൻ്റെ അടുത്തും സാബുബായിൻ്റെ അടുത്തും വലിയ മുതലാളിമാരുടെ അടുത്ത് നമ്മൾ പോവുകയാണ്. ഇന്ന് 5-ാം തീയതി. ചായ അടിക്കണം, നാസ്ത കഴിക്കണം. പിന്നെ നിങ്ങൾക്ക് മുഖം നന്നാക്കണം, നല്ല വൃത്തി, മുഖം നല്ല തെളിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഇയാതി പൗഡർ ഉണ്ടല്ലോ, നൈസിൽക്കിൻ്റെ, ഇതിൻ്റെ ഗ്യാരൻറ്റി തീർന്നുണ്ട്. 2 കൊല്ലം തീർന്ന പൗഡർ. അത് മുഖത്ത് വെച്ച് പോവുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതെന്തായാലും റിയാക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞത് വെച്ചാൽ പോയസം ഉണ്ടാവില്ല. കാലാവധി കഴിയാത്തതാകുമ്പോൾ എന്താ പറയുക, മുഖത്തൊക്കെ ചൂടുകുരു പൊന്നു. അത് അപ്പം ഞാനിതാ കാലാവധി കഴിഞ്ഞ സാധനം മുഖത്തേക്കാൻ പോകും. സ്കൂളിൽ മദ്രസയിലും പോകാത്തവൻ്റെ ബുദ്ധിയാവും. വിദ്യാഭ്യാസമുള്ളവരുടെ ബുദ്ധിയൊന്നും നിൽക്കുകയല്ല. നല്ല വൃത്തി, നല്ല രസത്തിൽ പോകണം. കാരണം നല്ല വൃത്തിയിൽ പോകണം. നല്ല മനുഷ്യന്മാരെ മാതിരി പണിയാക്കി ഇട്ട് നടക്കുന്നത് ശരിയല്ല. അടിപൊളിയാക്കാനുള്ള പരിപാടി. ഇന്ന് രാവിലെ ഇവിടെ തെങ്ങ് കയറി. നല്ല സ്ഥലങ്ങളുണ്ട്. ഇന്ന് തെങ്ങ് കയറിയ സ്ഥലം അതൊന്ന് കാണാൻ മറക്കണ്ട. ബോംബെ മാനു പറഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചു നോക്കി. അടിപൊളി സ്ഥലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ. അതിന്ന് 5-ാം തീയതി 5/5/2025 ആ വീഡിയോ ഞാൻ എൻ്റെ ബോംബെ മാനിൽ വിടുന്നുണ്ടെന്ന് കണ്ടു. ബോംബെ നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ ആ വീഡിയോ എടുത്ത് ഇന്ന് വിടും. വൈകുന്നേരം മൈബിസ്കാർ കഴിഞ്ഞാൽ വിടും. എൻ്റെ കാലിദ്ഖാൻ ഇവരൊക്കെ ഒന്ന് കാണാൻ പോട്ടെ. ഏതായാലും മുടില്ല, അവിടെയില്ല. അസ്രസ്കരിക്കാണ്ട് വാങ്ങു കൊടുക്കാറായി. എന്താ സ്റ്റേജ്, ശരിക്കുള്ള ബോഡിയാണ്. തിന്നിട്ടല്ല, അധ്വാനിച്ചിട്ടുള്ളത്. അല്ലാതെ ആൾക്കാരെ മാതിരി ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഓടും. എന്തായാലും കാര്യമുള്ളത് ഇങ്ങോട്ടേക്ക് വല്ലതും ഉണ്ടല്ല, അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ ഓടാൻ പോയി അധ്വാനിച്ചോളം എല്ലാം പണിയെടുത്തിട്ടുണ്ട് മാതിരി ഇല്ല. ശരീരം നോക്കണേ, എന്താ ഗെറ്റപ്പ്. 7 വയസ്സായ കുട്ടിയാണ്. ഇപ്പോൾ 47 വയസ്സായി, പ്രായപൂർത്തിയായിട്ടില്ല. പോട്ടെ. അലിക്കാൻ്റെ അടുത്തേക്കും കാലിദ്ഖാൻ്റെ അടുത്തേക്കും അനവധി ആൾക്കാരൊന്ന് കാണണം. 7 വയസ്സിൽ വന്നിരുന്നു ബോംബെ. സ്കൂളിലും പോയില്ല. 1-ന്ന് വലിയൊന്നിലേക്ക് ജയിച്ചെന്നുള്ള. അപ്പോൾ ഇതിന് ബോംബെക്ക് കൊടുന്നിട്ട് റോട്ടുമ്പോൾ കൊടുന്ന് കെടുത്തി ജീവിതം ഇങ്ങനെ ആക്കി. എന്നാലും പടച്ചോൻ്റെ വേണ്ടോട് കുഴപ്പമൊന്നുമില്ല. കാരണം മഴത്തൊക്കെ റോട്ടുമ്പോൾ കിടന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ മഴ വെള്ളം ചോർന്ന് വലിച്ചിട്ട് പുതപ്പ് നനഞ്ഞിട്ട് അതൊന്നും ആലോചിക്കാൻ വയ്യ. ഒരുപാട് കാലം അങ്ങനെ ജീവിതം തട്ടിമുട്ടി ചെറുപ്പം മുതൽ ചെറുപ്പത്തിലേ. കാരണം എൻ്റെ ഇപ്പൊക്കെ റൂമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റൂട്ടുമ്പോൾ തന്നെ കിടന്നതിന് എല്ലാവരും അത്, ഞാനും മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരുവിധ ആൾക്കാരൊക്കെ റൂട്ടുമ്പോൾ കിടന്നിട്ട് പുതപ്പ് നനഞ്ഞിട്ട് റബ്ബ കൊണ്ട് ഉണങ്ങുക. ആരുടെ സങ്കടം വരെ രാത്രി ഇരുന്നിട്ട് ഈ മഴ ചോർന്നൊലിക്കുമ്പോൾ ഒരു മൂലയ്ക്ക് നിന്നിട്ട്, സത്യം പറഞ്ഞത് നിങ്ങളുടെ അതും റബ്ബിനെ സത്യം പറഞ്ഞ, മൂലയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കിട്ടും. കാരണം നേരം വെളുക്കോളം വേറെ മാർഗമില്ല. അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അള്ളാൻ്റെ വേണ്ടുകൊണ്ട് പടച്ചോൻ പതുക്കെ ഇങ്ങനെ എൻ്റെ അധ്വാനം, എൻ്റെ വേർപ്പ് ഇങ്ങനെ പലരും കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ എല്ലാ മനുഷ്യന്മാരും നേരാവൂട്ടാണ്. പടച്ചോൻ ആദ്യം എല്ലാവരും കഷ്ടപ്പെടുത്തു. അത് ദൈവത്തിൻ്റെ കളിയാണ്. എല്ലാ മനുഷ്യന്മാരും, ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിമായിട്ട് എല്ലാ മനുഷ്യന്മാരും നമ്മളെ ദൈവം കഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ പതുക്കെ നമുക്കൊക്കെ പടച്ചോൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നു തരും. അതുവരെയൊക്കെ നമ്മളെന്തെങ്കിലും മറ്റുള്ളവനെ പിടിക്കൊന്നും വേണ്ട. നമ്മൾ അധ്വാനിച്ച് പോരുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള വേദികൾ വഴി ആ വഴി ഒരുപാട് കൊല്ലം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ആക്കിയായിട്ട് അവസാനം ഇന്ന് ഈ ഭൂമിയിലേക്ക് ഇവിടെ എത്തുന്നില്ല. ഞാനും അറിഞ്ഞിട്ടില്ല. ഇന്ന് ബോംബെയിൽ എൻ്റെ ഇവിടെ വേറെ മെയിൻ കട ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ജയജയുടെ മുന്നിൽ അവിടെ എത്തുമെന്നും അറിഞ്ഞിട്ടില്ല. പടച്ചോ എല്ലാവരും കൈ വിടില്ല, എല്ലാവരും കാണുന്നുണ്ട്. നമ്മൾ നല്ല മനസ്സോടെ തന്നെ നടന്നാൽ മതി. ആരെയും വേദനിപ്പിക്കണ്ട. കാണുന്ന ആൾക്കാരെ ഓരോരുത്തരെയും കണ്ടുമുട്ടുമ്പോൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവരുടെ കൂടെ കൊണ്ടുപോയി മധുരമുള്ള ചായ, ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന മധുരം, അല്ലാതെ ചായയിൽ മധുരം ഇട്ടിട്ടുള്ള മധുരമല്ല.
ആ കൊടുക്കുന്നവൻ്റെ ആ വരുന്നവനക്കും കൊടുക്കുന്നവണ്ടല്ലോ ഓൻ്റെ ശരിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല അടിപൊളി ചാട് കൊടുത്തേക്കാണ്. ആ കുടിക്കണവനക്കും സ്വർഗം കാണാം, കൊടുക്കുന്നവനക്കും സ്വർഗം ഉണ്ടാവും ഭൂമിയിൽ. കൂടുതൽ പറഞ്ഞു പോണെച്ചാൽ മമ്മൂട്ടിയുടെ ഒരു മോച്ചാക്കി എനിക്ക് മമ്മൂട്ടി സാറില്ല പോട്ടെ.